കോഴിക്കോട് പാളയം കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവമാണ്. ആ ഭാഗത്തുള്ളവരൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന ഈ ചെക്കനും പെണ്ണും അവർക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഗർഭിണികളെയും കുട്ടികളെയും കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവരവിടെ എന്തിനു വന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ കുട്ടി പെട്ടെന്ന് കരഞ്ഞപ്പോൾ കുട്ടിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വൈഫ് ഫീഡിങ് റൂമിലേക്ക് പോയി. എൻ്റെ വൈഫിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് വൈഫിൻ്റെ അടുത്ത് തന്നെ വെച്ചു. ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിൻ്റെ പമ്പേഴ്സ് മാറ്റാൻ, അതായത് കുട്ടി അപ്പിട്ടപ്പോൾ അതിന് പമ്പേഴ്സ് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാനും സഹായിക്കാൻ ജസ്റ്റ് തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് പോയപ്പോഴേക്കും ഈ ഇവളെ ബാഗിലുള്ള, അതായത് പൈസ വെക്കുന്ന പേഴ്സ്, അത് ഏതൊരു സ്ത്രീ കൊണ്ടുപോയി. 2 നിമിഷത്തിൻ്റെ ഉള്ളിൽ ആ ഫീഡിങ് റൂമിൽ നിന്ന് ആ ബാഗ് തുറന്ന് അതിലുള്ള പേഴ്സ് മാത്രം കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിങ്ങനെ ചർച്ച ചെയ്തിരിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയുമായി സംസാരിച്ച് അവർ സെക്യൂരിറ്റികൾക്ക് പരാതി വാങ്ങി അങ്ങനെ പോയി. അത് പിന്നെ അവർ പോയതിനു ശേഷം ഞങ്ങളത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, ആളെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. ആ ടൈമിലാണ് ഈ സംഭവം സംഭവിച്ചത്. എൻ്റെ അടുത്തേക്ക് വന്ന് ഈ ചെക്കൻ ചോദിക്കുകയാണ്, ഇക്ക ഒരു സഹായം ചെയ്യാമോ? അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച്, അപ്പോൾ ഇക്കാൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഇക്കാൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കയ്യിൽ തരാമോ, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ ആയിക്കോട്ടെ, ഒരാൾക്കുള്ള സഹായമല്ലേ, സഹായം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യാമെന്ന്, ഓക്കെ ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാഷ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവനക്ക് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവൻ പറയാണ്, ഇക്കാൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്കാനർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, ഇക്കാൻ്റെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ കൂട്ടുകാരനിലേക്ക് ഞാൻ അയക്കുകയാണ് ഈ നമ്പർ. അങ്ങനെ എൻ്റെ മുമ്പ് നിന്ന് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് അവന് SMS അയച്ചു. അങ്ങനെ SMS അയച്ചിട്ട് എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനെ അവൻ അവിടെ നിന്ന് വിളിച്ചു. എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ടൈം ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ എന്തായാലും ഫോൺ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും. അപ്പോൾ ഇക്കാൻ്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് അവൻ ഇടും, നിങ്ങൾക്ക് ക്യാഷ് തരാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാഷ് അവൻ അയച്ചോട്ടെ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നോട്ടെ, എന്നിട്ട് തന്നാൽ പോരെ. അപ്പോൾ പറഞ്ഞു, ഇക്ക ഞാനൊരിക്കലും ചതിക്കൂല, എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ പഠിച്ചവനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പാവം തോന്നി. അതുമാത്രമല്ല, കൂടെ ഒരു സ്ത്രീ ഉള്ളതല്ലേ, അപ്പോൾ എന്തായാലും അവർക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യം ആയതുകൊണ്ട് ചോദിക്കാമെന്ന് കരുതി ഞാനത് വിശ്വസിച്ച് അവരെ കയ്യിൽ കൊടുത്തു 2500 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ നമ്പറൊന്നും തന്നാളി, ഇക്കാൻ്റെ നമ്പറൊന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ നമ്പറിലേക്ക് അടിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പറിലേക്ക് അവന് ഒരു മിസ് കോൾ അടിച്ചു. അവിടുന്ന് അവർ രണ്ടാളും അങ്ങനെ പോയി. ഇക്ക ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്, ഇക്ക വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു 10-15 കഴിഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോൾ 2-3 കോൾ അടിച്ചപ്പോൾ എടുക്കുന്നേ ഇല്ല. അങ്ങനെ നാലാമത്തെ കോൾ എടുത്തു. ഹലോ എന്ന് വെച്ചപ്പോൾ തന്നെ 1 മിനിറ്റ് എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. എന്നെ വിളിച്ചപ്പോഴൊക്കെ ഫുള്ള് സ്വിച്ച് ഓഫാണ്. വൈകുന്നേരം 5-6 മണി വരെ വിളിച്ചു, ഫുള്ള് സ്വിച്ച് ഓഫാണ്. അപ്പം അങ്ങനെ അവൻ എൻ്റെ പൈസയുമായി മുങ്ങി. ഞാൻ അവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മയെയും പടച്ചവനെയും തൊട്ട് സത്യം ചെയ്തു. അതൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് വിശ്വസിച്ച് കൊടുത്തു പോയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ CCTV എല്ലാം ചെക്ക് ചെയ്തപ്പോൾ CCTV വന്ന് കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചതികളിൽ പെടാതിരിക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. കാരണം ഇങ്ങനെ ഒരു ഗതി പൈസ പോയതിലല്ല വിഷമം. കാരണം ഇനി ഇങ്ങനൊരു വ്യക്തി കാര്യമായിട്ട് സഹായം ചോദിച്ചാൽ നമുക്ക് സഹായിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് ഇനി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആ ഒരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2500 രൂപയും അതുപോലെ വൈഫിൻ്റെ പേഴ്സിൽ നിന്ന് പോയ 2000 രൂപയും കൂട്ടിയാൽ 4500 രൂപയായി. ആ ഒറ്റൊരു ദിവസം കൊണ്ട് 4500 രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഈ ലോകത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നാം നല്ല ജാഗ്രതയോടെ ആയിരിക്കണം. എങ്ങോട്ട് പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എവിടെയാണെങ്കിലും നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മാക്സിമം ഇത് എല്ലാവരിലേക്ക് എത്തിച്ച് എല്ലാവരും സേഫ് ആവാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെ കാക്കട്ടെ.